സിന്ധു എന്ന ഡോക്ടർ തൻ്റെ ക്ലിനിക്കിലിരിക്കുമ്പോൾ 35 വയസ്സുള്ള ഒരു സ്ത്രീ 10 വയസ്സുള്ള മകളായ അശ്വതിയെയും കൊണ്ട് ക്ലിനിക്കിലെത്തി. സിന്ധു ഡോക്ടർ അശ്വതിയെ കണ്ട് ഞെട്ടി. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വയറുപോലെ അശ്വതിയുടെ വയർ വീർത്തിരിക്കുന്നു. പിന്നെ സിന്ധു ഡോക്ടർ വിചാരിച്ചു, വയറിൽ വെള്ളം കെട്ടി നിൽക്കുകയോ വേറെ വല്ല രോഗവും ആയിരിക്കുമെന്ന്. പക്ഷേ അശ്വതിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "മേഡം, ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ മകൾ ഗർഭിണിയാണ്. ആരും അറിയരുത്. ദയവ് ചെയ്ത് ഗർഭം ഇല്ലാതാക്കി നമ്മുടെ മാനം കാക്കണം ഡോക്ടറെ. എൻ്റെ ഭർത്താവ് ഇതറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും വെട്ടിക്കൊല്ലും." അപ്പോൾ ഡോക്ടർ ചോദിച്ചു, "ഇതുവരെ നിൻ്റെ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ലേ?" "ഇല്ല ഡോക്ടർ, അവർ അറിഞ്ഞില്ല. വയറിൽ എന്തോ ഇൻഫെക്ഷനാണെന്ന് വിചാരിച്ചതാണ്." ഡോക്ടർക്ക് ആ അമ്മയുടെ സംസാരം ഒട്ടും ഇഷ്ടമായില്ല. കാരണം 10 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയാണെങ്കിൽ ആരോ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുറ്റവാളിയെ ശിക്ഷിക്കണം എന്നായിരുന്നു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു, കുട്ടിയെ സോണോഗ്രാഫി എടുക്കണം. ആ അമ്മ സമ്മതിച്ചു. സോണോഗ്രാഫി എടുത്തു. അതിൻ്റെ റിസൾട്ട് കിട്ടി. അശ്വതി 7 മാസം ഗർഭിണിയാണെന്ന് മനസ്സിലായി. ഈ ഒരു ഘട്ടത്തിൽ അബോർഷൻ ചെയ്യൽ അശ്വതിയുടെ ജീവൻ അപകടമാണെന്ന് ഡോക്ടർ അമ്മയോട് പറഞ്ഞു. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ അശ്വതി ഒരു കുഞ്ഞിന് ജന്മം നൽകും. അതുവരെ ശ്രദ്ധിച്ചു നോക്കണം. അതുവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ അശ്വതിയുടെ അമ്മക്ക് ദേഷ്യം വന്നു. ഡോക്ടറെ നോക്കി, പക്ഷെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മ പിന്നെയും സിന്ധു ഡോക്ടറോട് പറഞ്ഞു, "ഇത് വീട്ടിലറിഞ്ഞാൽ ഞങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടും എൻ്റെ ഭർത്താവ്." ഇത് കേട്ടപ്പോൾ ഡോക്ടർക്ക് സങ്കടമായി. ഇനി എന്തു ചെയ്യും? ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു, അശ്വതി ക്ലിനിക്കിൽ താമസിച്ചോട്ടെ. 2 മാസം ക്ലിനിക്കിൽ താമസിച്ചോട്ടെ. അമ്മ അത് സമ്മതിച്ചു. വീട്ടിലുള്ളവർ ചോദിച്ചാൽ എൻ്റെ നാട്ടിലേക്ക് വിരുന്നു പോയതാണെന്ന് പറയാം. ആ അമ്മ ഡോക്ടറോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഡോക്ടർ അശ്വതിയെ അവിടെ നല്ലപോലെ കൃഷ്ണമണി പോലെ നോക്കി. ഡോക്ടർ അശ്വതിയോട് നല്ല സൗഹൃദത്തിൽ സംസാരിച്ചു. എന്നിട്ട് ഈ ഗർഭത്തിന് കാരണം ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അശ്വതിക്ക് ഒന്നും അറിയില്ലായിരുന്നു. "എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയതൊന്നും എനിക്കറിയില്ല ഡോക്ടറെ. ഒന്നെങ്കിൽ ദൈവം ചെയ്തിട്ടുണ്ടാവും, അതായിരിക്കും" അവളുടെ മറുപടി. അശ്വതിയുടെ അമ്മ എല്ലാ ദിവസവും ക്ലിനിക്കിൽ വന്ന് അശ്വതിയെ കണ്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ 2 മാസം കഴിഞ്ഞു. അശ്വതി ആരോഗ്യമുള്ള ഇരട്ട മക്കളെ പ്രസവിച്ചു. 10 വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു. പിന്നീട് അശ്വതിയുടെ കുഞ്ഞുങ്ങളെ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ദത്തെടുക്കാൻ കൊടുത്തു. അവർ അശ്വതിയുടെ അമ്മക്ക് കുറേ പൈസയും ഒരുപാട് നന്ദിയും പറഞ്ഞ് അവർ കുട്ടികളെയും കൊണ്ടുപോയി. അങ്ങനെയിരിക്കെ സിന്ധു ഡോക്ടർ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് ഡോക്ടറോട് പറഞ്ഞു, അശ്വതിയുടെ അമ്മയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. അവർക്ക് ആ അമ്മയോട് എന്തോ സംശയം തോന്നുകയാണെന്ന്. ഡോക്ടർ അതൊന്നും വലിയ കാര്യമാക്കില്ല. അത് എന്തോ ആണെന്ന് പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു 8 മാസങ്ങൾക്ക് ശേഷം അശ്വതിയും അമ്മയും വീണ്ടും ക്ലിനിക്കിൽ വന്നു. ഈ പ്രാവശ്യവും അശ്വതി വീണ്ടും ഗർഭിണിയാണ്. സിന്ധു ഡോക്ടർ ഞെട്ടിപ്പോയി. ഇത്ര ചെറിയ പ്രായത്തിൽ എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഗർഭിണിയാവണമെന്ന് ഡോക്ടർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അശ്വതിയുടെ അമ്മ വീണ്ടും ഡോക്ടറോട് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തിരണം ഡോക്ടർ, ഒന്ന് കെഞ്ചി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, "ഇങ്ങനെ വീണ്ടും വീണ്ടും ഗർഭിണിയായാൽ നിങ്ങളുടെ മകൾക്ക് ജീവൻ അപകടത്തിലാവുമെന്ന് ഡോക്ടർ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു." അമ്മ പറഞ്ഞു, "ഡോക്ടർ, എന്താണെന്ന് എനിക്കറിയില്ല. മകൾക്ക് എന്താ സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല." ഡോക്ടർ ആദ്യം വിശ്വസിച്ചു. പക്ഷേ ഇത് 2 മാസം ഗർഭമായതിനാൽ അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ 3 മാസത്തിന് ശേഷം അശ്വതി വീണ്ടും ഗർഭിണിയായി. ക്ലിനിക്കിൽ വന്നു. ഇപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, അശ്വതിയുടെ വീട്ടിൽ തന്നെ അശ്വതിയെ ആരോ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന്. ഡോക്ടർക്ക് സംശയം തോന്നി. ഇനി ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അശ്വതിയുടെ ജീവൻ അപകടത്തിലാവും. പിന്നീട് സിന്ധു ഡോക്ടർ പോലീസിന് പരാതി നൽകി. സിന്ധു ഡോക്ടർ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങി. പോലീസ് ഒരു ലേഡീസ് കോൺസ്റ്റബിളിനെ സാധാരണ വേഷത്തിൽ അശ്വതിയുടെ പഠിക്കുന്ന സ്കൂളിലേക്ക് അയച്ചു. ആ ഒരു ലേഡി കോൺസ്റ്റബിൾ ആ സ്കൂളിൽ ചേർന്നു. അശ്വതി എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചു.
അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലായത്. അശ്വതിയെപ്പോലെ മറ്റൊരു കുട്ടിയും ആ സ്കൂളിൽ ഗർഭിണിയാവുന്നുണ്ട്, അബോർഷൻ ചെയ്യുന്നുമുണ്ട്. ഇരുവരും ഒരു ടീച്ചറുടെ ട്യൂഷന് പോകുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസ് ആ ടീച്ചറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ആ ടീച്ചർ പറഞ്ഞു, ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ട്യൂഷൻ ഞാൻ എടുക്കുമാറുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് പോവും. അപ്പോഴും അശ്വതിയും ആ കുട്ടിയും നോട്ട്സ് എഴുതാൻ അവിടെ നിൽക്കുമായിരുന്നു. വൈകിട്ടാണ് പോവാറുള്ളത്. ആ സമയത്ത് സ്കൂളിൽ വാച്ച്മാൻ മാത്രമായിരുന്നു ഉണ്ടാവാറുള്ളത്. ഒരു പക്ഷേ വാച്ച്മാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞു. പോലീസ് ഉടനെ തന്നെ വാച്ച്മാനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവൻ്റെ ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നു. വാച്ച്മാൻ അശ്വതിക്കും മറ്റൊരു കുട്ടിക്കും മയക്കുമരുന്ന് നൽകിയിരുന്ന ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു. അവർ ബോധം കെട്ട് വീഴുമ്പോഴും വാച്ച്മാൻ അവരെ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഇതാണ് അശ്വതിയുടെ ഗർഭത്തിന് കാരണം. പോലീസ് വാച്ച്മാനെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഈ കഥ പെൺകുട്ടികളെ സ്കൂളിലേക്കോ മറ്റോ സ്ഥലത്തോ അയക്കുന്നവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് എത്ര ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.